ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രാജ് ഇലക്ട്രോണിക്സ്. ഇന്നത്തെ വീഡിയോ പഴയ ഒരു സെറ്റ് ടോപ്പ് ബോക്സ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു HD വീഡിയോ പ്ലെയർ നിർമ്മിക്കാമെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഡിഷ് TVയുടെ ഒരു പഴയ സെറ്റ് ടോപ്പ് ബോക്സ് ആണ്. അപ്പോൾ നമ്മൾ അത് അയച്ചാൽ തന്നെ നമുക്ക് കാണാം അതിൻ്റെ ഉള്ളിൽ ഒരു SMBS ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു മദർ ബോർഡും ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് മദർ ബോർഡിൽ ഈ ഒരു AV സോക്കറ്റും അതുപോലെ തന്നെ പവറിനായിട്ട് ഉപയോഗിക്കാനുള്ള ഈ ഒരു SMBS ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ SMBS നമ്മൾ അത് ചെക്ക് ചെയ്യണം, കാരണം അതിൽ വോൾട്ടേജ് എല്ലാം കറക്റ്റ് വരുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഫ്രണ്ട് പാനൽ കറക്റ്റ് നല്ല രീതിയിൽ ഊരിയെടുത്തിട്ട് നമ്മൾ നേരത്തെ വാങ്ങിയ ഈ ഒരു MP5 ബോർഡ് കറക്റ്റ് ഫിറ്റ് ചെയ്യാൻ പാകത്തിൽ നമ്മളവിടെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ തന്നെ അവിടെ ഫിറ്റ് ചെയ്യണം. ഈ ഒരു MP5 ബോർഡിനെ കുറിച്ച് USB ബോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം നല്ലൊരു ബോർഡാണ്. ഏകദേശം 700 രൂപയാണ് ഇതിൻ്റെ വില. നിങ്ങളുടെ അടുത്തുള്ള ലോക്കൽ മാർക്കറ്റിൽ നിന്ന് കിട്ടും, ഇലക്ട്രോണിക്സ് സ്പെയറൊക്കെ വെക്കുന്ന ആ ഷോപ്പിൽ നിന്ന് കിട്ടും. ഏകദേശം എല്ലാ വീഡിയോ ഫയലും ഇതിൽ സപ്പോർട്ടും, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഉണ്ട്, FM ഉണ്ട്, ഓക്സിൻ ഉണ്ട്, വീഡിയോ ഔട്ട് ഉണ്ട്, പെൻഡ്രൈവ്, മെമ്മറി എല്ലാം ഈ ഒരു ബോർഡിൽ കണക്ട് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ SMBS നമ്മൾ കറക്റ്റ് ഊരിയെടുത്ത് ഊരിയെടുത്തിട്ട് നമുക്ക് കാണാം ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് വയർ, DC ഔട്ട്പുട്ട് കണക്ഷൻ വയർ ഇതാണ്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് കുറേ വോൾട്ടേജ് കാണാം. അത് നമ്മൾ ആദ്യം ഉപയോഗിച്ച ആ ഒരു മദർ ബോർഡിലേക്ക് ആവശ്യമുള്ള വോൾട്ടേജുകളായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു MP5 ബോർഡ് വർക്ക് ചെയ്യാൻ വേണ്ട വോൾട്ടേജ് എന്ന് പറയുന്നത് 5 വോൾട്ടാണ് വേണ്ടത്. 5 വോൾട്ട് 2 ആംപിയർ വേണം മിനിമം, എന്നാലൊരു നല്ല രീതിയിലൊരു പിക്ചർ ക്ലാരിറ്റിയും സൗണ്ട് ക്ലാരിറ്റിയും കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡിൽ നിന്ന് ആ ഒരു 5 വോൾട്ടും ആ ഒരു ഗ്രൗണ്ടും സോൾഡർ ചെയ്യുക. അപ്പോൾ സോൾഡർ ചെയ്യുമ്പം ഒരിക്കലും മാറിപ്പോകരുത്, നെഗറ്റീവും പോസിറ്റീവും ഒരിക്കലും മാറിപ്പോകരുത്. അങ്ങനെ മാറിയേ നമ്മൾ USB ബോർഡിൽ കണക്ട് ചെയ്താൽ ആ USB ബോർഡ് കംപ്ലൈൻ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പൊളാരിറ്റി നോക്കി കൊടുക്കണം. അതായത് 5 വോൾട്ട് മാർക്ക് ചെയ്ത ആ ഭാഗത്ത് നമുക്ക് 5 വോൾട്ട് വരുന്ന ആ വയർ കണക്ട് ചെയ്യുക, അതുപോലെ ഗ്രൗണ്ട് വരുന്ന ആ ഭാഗത്ത് ഗ്രൗണ്ടിൻ്റെ വയറും കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഗ്ലൂ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ നമ്മൾ പഴയ കടലിലെ രീതിയിൽ തന്നെ അത് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വയറാണ് നമുക്ക് USB ബോർഡിലേക്ക് ആവശ്യമുള്ള സപ്ലൈ കൊടുക്കുന്നത്. അപ്പം ചെക്ക് ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെ വോൾട്ടേജ് കറക്റ്റ് ആണെന്നോ ആദ്യം ചെക്ക് ചെയ്യണം. 5 വോൾട്ട് കറക്റ്റ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. 5 വോൾട്ടിൽ കൂടിയാൽ ആ ബോർഡ് കംപ്ലൈൻ്റ് ആകാൻ സാധ്യതയുണ്ട്, അതൊന്നും ആദ്യം ശ്രദ്ധിക്കണം. പിന്നെ പറഞ്ഞാൽ ഈ ഒരു വയറാണ് നമുക്ക് വീഡിയോ ഔട്ടിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ റെഡ് വയർ വീഡിയോ ഔട്ടും ആ ബ്ലാക്ക് ഗ്രൗണ്ടായിട്ടാണ് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഓരോ USB ബോർഡ് വാങ്ങുമ്പോഴും ഓരോ കളർ വയറാണ് കിട്ടുന്നത്. അപ്പോൾ കളർ കോഡ് ഇവിടെ പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പം അതിൽ ആ ബോർഡിൽ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും എത്രാമത്തെ പിന്നാണ് വീഡിയോ, എത്രാമത്തെ പിന്നാണ് ഗ്രൗണ്ട്, അതുപോലെ ഏത് പിന്നാണ് ലെഫ്റ്റ് ഓഡിയോ, ഏത് പിന്നാണ് റൈറ്റ് ഓഡിയോ എന്ന് കറക്റ്റ് ആ ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കണക്ഷൻ വരുന്ന ആ ഒരു വയർ നമ്മൾ ഈ ഒരു പിന്നിലേക്ക് കണക്ട് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഈ ഒരു പിന്നിൽ നമുക്ക് ഈ സോക്കറ്റിൽ 3 ഔട്ട്പുട്ടാണ് വരുന്നത്. ഒരു ലെഫ്റ്റ് ഓഡിയോ, ഒരു റൈറ്റ് ഓഡിയോ, പിന്നെ ഒരു വീഡിയോ ഔട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അത് കറക്റ്റ് നോക്കി മെൻഷൻ ചെയ്ത് ഫിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ നേരത്തെ ചെയ്ത ഈ ഒരു SMBS എടുത്ത ഈ ഒരു 5 വോൾട്ടിൻ്റെ സോക്കറ്റ് അത് നമ്മൾ ഒരിക്കലും മാറരുത്. അത് നമുക്ക് കറക്റ്റ് 5 വോൾട്ട് കൊടുക്കുന്ന അവിടെ തന്നെ കണക്ട് ചെയ്യണം. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ വയറാണ്. വീഡിയോ വയർ അതുപോലെ ചെറിയ സോക്കറ്റാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ് നമുക്ക് DC കൊടുക്കുന്ന 5 വോൾട്ട് കൊടുക്കാനുള്ള സോക്കറ്റ് കുറച്ച് വലിയ സോക്കറ്റാണ്, അപ്പം മാറാൻ സാധ്യതയില്ല. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ ചില ബോർഡിന് ചില സോക്കറ്റുകളാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വോൾട്ടേജും വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഈ ഓഡിയോ ഔട്ട്പുട്ടാണ്. ഈ ഓഡിയോ ഔട്ട്പുട്ടിലും ഞാൻ പറയുന്നത് കളർ കോഡ് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഓരോ ബോർഡിൻ്റെ കൂടെയും ഓരോ കളറിലുള്ള ടൈപ്പാണ് വയറാണ് കിട്ടുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുമ്പം ലെഫ്റ്റ് ഓഡിയോ റൈറ്റ് ഓഡിയോ നമ്മൾ ഔട്ട്പുട്ടിൽ വരുന്ന ആ ഒരു സോക്കറ്റ്, അതായത് RC സോക്കറ്റ് എന്ന് പറയും. അപ്പോൾ ആ ഒരു സോക്കറ്റിന് കറക്റ്റ് നോക്കി നമ്മൾ കണക്ട് ചെയ്താൽ മതി. ഗ്രൗണ്ടും ലെഫ്റ്റ് റൈറ്റ് കറക്റ്റ് ഫിറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഒരു ടൈ എടുത്തിട്ട് നമ്മൾ ആ ബോർഡിലേക്ക് ആ വയറുകളൊക്കെ കറക്റ്റ് ഫിറ്റ് ചെയ്ത് വെക്കുക. നല്ല രീതിയിൽ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്ത് ഒന്ന് ഓൺ ആക്കി നോക്കാം എങ്ങനെ ഇതിൻ്റെ പെർഫോമൻസ് വരുന്നത്. ജസ്റ്റ് ഒരു മെമ്മറി കാർഡ് നമുക്കിതിന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതാണ് മെമ്മറി കാർഡ്. ഈ മെമ്മറി കാർഡ് നമ്മൾ ഇതിനെ ഇവിടുത്തെ TFT കാർഡിന് ഇതിന് അവിടെ നമുക്ക് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, മെമ്മറി കാർഡ് നമ്മൾ ഇട്ടു.
മൂവീസ്